നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ന് നിർണായക ദിനമാണ്. വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകൾ ഇന്നും തുടരും. ഇന്നലെ നടന്ന ചർച്ചയിൽ ദയാദനം സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുന്നതിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല. ഏതായാലും നാളെയാണ് വധശിക്ഷ നടപ്പാക്കുന്ന ദിവസമെന്നിരിക്കെ ഇന്നത്തെ ചർച്ചകൾ അതീവ നിർണായകം തന്നെയാണ്. ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്ത്യശാസനവുമായി വീണ്ടും ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വാർത്തകൾ നിരവധിയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ ഗ്രേസ് പേടകം ഇറങ്ങും. 4 അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്നത് 18 ദിവസത്തെ ഗവേഷണം പൂർത്തിയാക്കി. കീം പരീക്ഷാഫലം റദ്ദാക്കിയതിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന കേരള സിലബസ് വിദ്യാർത്ഥികൾ. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും പരിഗണിക്കും. യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകൾ. ചർച്ച പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിൽ. ദയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ കൊല്ലപ്പെട്ട സലാലിന്റെ കുടുംബം ഇന്ന് അന്തിമ നിലപാട് അറിയിക്കും. വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നാളെ. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. മുഖ്യമന്ത്രിയെ സ്വീകരിച്ച ചീഫ് സെക്രട്ടറിയും DGPയും. "50 ദിവസത്തിനുള്ളിൽ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തീരുവ ചുമത്തുമെന്ന് റഷ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്ക് 100% തീരുവ ഏർപ്പെടുത്തും. അമേരിക്കയുടെ ആധുനിക ആയുധങ്ങൾ യുക്രൈന് നൽകുമെന്നും ഭീഷണി. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ പൊരുതിത്തോറ്റ ഇന്ത്യ. ഇംഗ്ലണ്ടിന്റെ വിജയം 22 റൺസിന്. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിൽ. 4ാം ടെസ്റ്റ് 23 മുതൽ മാഞ്ചസ്റ്ററിൽ. ആദ്യമായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ ഗ്രേസ് പേടകം ഇറങ്ങും. ഈ 4 അംഗ സംഘം 18 ദിവസം നീണ്ട ഗവേഷണം പൂർത്തിയാക്കിയാണ് തിരികെ മടങ്ങിയെത്തുന്നത്. നാസയുടെയും സ്പേസ് എക്സിന്റെയും മിഷൻ കൺട്രോളിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുത്തിയത്. വൈകിട്ടോടെ തുടങ്ങിയ അൺഡോക്കിംഗ് പ്രക്രിയയിൽ ത്രസ്റ്റർ ജ്വലനങ്ങൾ കൃത്യമായിരുന്നുവെന്നും പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അകലുകയാണെന്നും നാസ അധികൃതർ അറിയിച്ചു. ആക്സിയം 4 ദൗത്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് സ്പേസ് സ്റ്റേഷൻ ക്രൂവിനോട് കമാൻഡർ പെഗി വിറ്റ്സൺ നന്ദി രേഖപ്പെടുത്തി. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുക. പേടകം കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിപ്പിച്ച പേടകത്തിന്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ കടലിലിറക്കുന്ന പ്രക്രിയയാണ് സ്പ്ലാഷ് ഡൗൺ. അതിനുശേഷം യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ഭൂഗുരുത്വവുമായി പൊരുത്തപ്പെടുന്നതിനായി 7 ദിവസം ഇവർ അവിടെയായിരിക്കും. ജൂൺ 26-നാണ് ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 ദൗത്യം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആരംഭിച്ചത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോ സുസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് സംഘത്തിലുള്ളത്. ബഹിരാകാശ നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ മുളപ്പിക്കൽ പരീക്ഷണവും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഏതായാലും ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ന് ഏറെ നിർണായകമാണ്. ഈ യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനായുള്ള അവസാനവട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നും ആ ഒരു ചർച്ചകൾ തുടരും. പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഹ്ഷൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് തലാലിന്റെ സഹോദരൻ, ഗോത്രത്തലവന്മാർ
സനൽകുമാർ എന്നിവരാണ് യോഗത്തിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബ്ലഡ് മണി സ്വീകരിച്ച തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്നാണ് ചർച്ചയിലെ നിർദ്ദേശം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ദയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ കൊല്ലപ്പെട്ട സലാലിന്റെ കുടുംബം ഇന്ന് അന്തിമ നിലപാട് അറിയിക്കും. നാളെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കേരള സർവകലാശാലയിൽ പോര് തുടരുകയാണ്. സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘർഷങ്ങൾക്കെതിരെ VC നിലപാട് കടുപ്പിക്കുന്നതിനിടെ SFI എന്ന സർവകലാശാല മാർച്ച് നടത്തും. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ സർവകലാശാലയിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് VC. അതേസമയം സസ്പെൻഷനിലായ K സനിൽകുമാറും VC ചുമതല നൽകിയ മിനി കാപ്പനും ഓഫീസിൽ എത്തുന്നുണ്ട്. അതേസമയം KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ സാധ്യത തേടിയിരിക്കുകയാണ്. രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഇപ്പോൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ തന്നെയാകും ഇന്നും സ്ഥിതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർത്തും ഒരു ഭരണസ്തംഭനം തന്നെയാണ് കേരള സർവകലാശാല ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം, അല്ലേ? ശ്രീകാർത്തിക, കേരള സർവകലാശാലയിൽ പോര് തുടരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഓരോ ദിവസവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. SFIയുടെ പ്രതിഷേധമാണെങ്കിലും നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് തന്നെയാണ് VC ആണെങ്കിലും അതുപോലെ തന്നെ രജിസ്ട്രാർ ആണെങ്കിലും പറയുന്നത്. രജിസ്ട്രാർ VC പോര് അവിടെ കടുക്കുകയാണ് എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ VC ആയിരുന്ന മോഹനൻ കുന്നുമേൽ പ്രതികരണം നടത്തിയിരുന്നു. തൃശ്ശൂരിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ സമയത്തൊക്കെ പറഞ്ഞത് SFIക്കെതിരെയും ഇത്തരത്തിൽ സിൻഡിക്കേറ്റിനെതിരെയും ഒക്കെ രംഗത്തെത്തുകയുണ്ടായി. ഈ KS അനിൽകുമാർ, സസ്പെൻഷനിലായിരുന്ന KS അനിൽകുമാറിനെതിരെയും അദ്ദേഹം രംഗത്തെത്തുന്ന ഒരു സമീപനമുണ്ടായി. നിലവിൽ ഈ KS അനിൽകുമാർ, സസ്പെൻഷനിലായ VC KS അനിൽകുമാറും VC സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറും VC ചുമതലപ്പെടുത്തിയ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തിയ മിനി കാപ്പനും രണ്ടുപേരും ഇപ്പോൾ ഈ ചുമതലയിലുണ്ട്. ഈ നിലവിലും ഈ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറുടെ സീറ്റിന് 2 അവകാശികളാണുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് വിദ്യാർത്ഥികളാണ്. കാരണം ഈ കേരള സർവകലാശാലയിൽ ഇത്തരത്തിലൊരു ഭരണസ്തംഭനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഡിഗ്രി PG അഡ്മിഷനും അതിനോടൊപ്പം തന്നെ അവരുടെ സർട്ടിഫിക്കറ്റുകളും അപേക്ഷകളും ഒക്കെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതിലൊന്നും തീരുമാനമാകാതെ ഇത്തരത്തിൽ രജിസ്ട്രാർ VC പോരുമുറുകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനും മറ്റ് വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊന്നും തന്നെ നടക്കാത്തൊരു സ്ഥിതിയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇത് പ്രശ്നത്തിലാക്കും. അവരുടെ ഭാവിക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലെ സ്ഥിതി തുടരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ SFI ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SFI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള M ശിവപ്രസാദ് ഉൾപ്പെടെ VCക്കെതിരെ രംഗത്തെത്തിയിരുന്നു. VCയുടെ ഈ ഒരു നിലപാട് പ്രതിഷേധാർഹമാണ് എന്നാണ് സൂചിപ്പിച്ചത്. VC തങ്ങളോട് പ്രതികരിക്കാൻ മടിച്ച് ഒളിച്ചിരിക്കുകയാണോ എന്ന തരത്തിലൊക്കെ തന്നെ ഇവർ ഒരു പ്രതികരണം നടത്തിയിരുന്നു. പ്രതിഷേധങ്ങളെ VCക്ക് ഭയമാണ് എന്ന രീതിയിലും പ്രതികരിച്ചിരുന്നു. പക്ഷേ VC ഉന്നയിച്ച പ്രധാന ഒരു ആരോപണം ഈ SFI VC ഇവിടെ എത്തുകയാണെങ്കിൽ കാല് വെട്ടുമെന്ന തരത്തിലുള്ള ഭീഷണി SFI മുഴക്കിയിരുന്നു. ഈ കേരള യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല ഒരു പ്രതിഷേധക്കളമാകാതിരിക്കാൻ, ഒരു രക്തക്കളമാകാതിരിക്കാനാണ് താൻ നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ എത്താത്തത്. അല്ലാതെ ഭയന്നിട്ടല്ല, മറ്റ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് താൻ യൂണിവേഴ്സിറ്റിയിൽ എത്താത്തത് എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ VC പ്രതികരിച്ചിരുന്നത്. എന്നാൽ ആ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് SFIയും ഒപ്പം സിൻഡിക്കേറ്റും രംഗത്തെത്തിയിരുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗമായ G മുരളീധരൻ ഉൾപ്പെടെ ഇത്തരത്തിൽ VCയുടെ ഈ പ്രതികരണങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. തങ്ങൾ ഒരു ഭീഷണിയും മുഴക്കിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. VCക്ക് ഇത്തരത്തിൽ SFIയുടെ പ്രതിഷേധത്തെ ഭയമാണ്, അതുകൊണ്ടാണ് VC വരാത്തത്. ഈ തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും VCക്ക് മറുപടി നൽകാനില്ല എന്ന തരത്തിൽ SFIയും ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇന്ന് SFI സർവകലാശാലയിലേക്ക്, ഈ ഭരണസ്തംഭനം ഉയർത്തിക്കാട്ടി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. ഈ VC പോര് നിലവിൽ മുറുകുകയാണ്. ഇത് ഒരു അയയുന്നൊരു സ്ഥിതി നമുക്ക് അടുത്ത കാലത്ത് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശ്രീകാർത്തിക, ശരി, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി അമേരിക്കയിൽ തുടർ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ എത്തിയിട്ടുണ്ട്. പുലർച്ചെ 3:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചീഫ് സെക്രട്ടറി, DGP എന്നിവർ ചേർന്ന് സ്വീകരിച്ചു.
ജൂലൈ 5-നാണ് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ US-ലേക്ക് പോയത്. പുലർച്ചെ 3:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചീഫ് സെക്രട്ടറി ജയതിലകും DGP റവാഡ ചന്ദ്രശേഖറും ചേർന്ന് സ്വീകരിച്ചു. അമേരിക്കയിൽ നിന്ന് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമല വിജയനും തിരിച്ചെത്തിയത്. US-ൽ മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ. ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത്. നേരത്തെ നടത്തിയ ചികിത്സയുടെ തുടർ പരിശോധനകൾക്കായിരുന്നു യാത്ര. 10 ദിവസത്തോളം മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടി. കീം പരീക്ഷ സംബന്ധിച്ച പ്രതിഷേധങ്ങളും മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയും സ്കൂൾ സമയമാറ്റവും ഒപ്പം ഭാരതാംബ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനവും വിമർശനത്തിന് കാരണമാകുമ്പോൾ അതിന് നടുവിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തുന്നത്. സർക്കാർ നേരിട്ട് കക്ഷിയല്ലെങ്കിലും കേരള സർവകലാശാലയിൽ നടക്കുന്ന വൈസ് ചാൻസലർ രജിസ്ട്രാർ ഏറ്റുമുട്ടൽ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുകയാണ്. ഒപ്പം SFIയുടെ പ്രതിഷേധവും ശക്തമാകുമ്പോൾ ഈ രാഷ്ട്രീയ പോർവിളി സർക്കാരിന് നോക്കി നിൽക്കാനും കഴിയില്ല. അതേസമയം അടുത്ത മന്ത്രിസഭാ യോഗം 17-ന് ചേരുമെന്നാണ് വിവരം. അന്ന് തന്നെ പാർട്ടി നേതൃയോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് തിരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ട്രംപ് യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ റഷ്യക്കെതിരെ 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. 50 ദിവസത്തെ സാവകാശമാണ് ട്രംപ് റഷ്യയ്ക്ക് നൽകിയിട്ടുള്ളത്. ഓവൽ ഓഫീസിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ട്രംപ് പുടിനെതിരെ ആഞ്ഞടിച്ചത്. നേരത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പുടിനുമേൽ നടത്തിയ സമ്മർദ്ദമെല്ലാം പാഴായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പുടിനുമായി നടത്തിയ സംഭാഷണത്തിന് പിന്നാലെ എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് പുടിൻ എല്ലാവരോടും നന്നായി സംസാരിക്കുകയും പിന്നീട് ബോംബിട്ട് കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. റഷ്യൻ ആക്രമണം തടയുന്നതിനായി പാട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ യുക്രൈന് നൽകാനുള്ള കരാറിലും ട്രംപ് ഒപ്പുവെച്ചു. Russia and Ukraine, and would like to see it end. It wasn't my war, it was Biden's war. It's not my war. I'm trying to get you out of it. And we want to see it end. And I'm disappointed in President Putin because I thought we would have had a deal 2 months ago, but it doesn't seem to get there. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവർക്ക് റിൻസി ലഹരി എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിന് തെളിവായി വാട്സാപ്പ് ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. റിൻസിയുമായി ഗൂഗിൾ പേ വഴിയും ക്രിപ്റ്റോ കറൻസി വഴിയും പണമിടപാട് നടത്തിയവരിൽ ഏറെയും സിനിമാ പ്രവർത്തകരാണ്. റിൻസിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. നെയ്യാഡാമിൽ നിന്നും കാണാതായ വയോധിക കൊല്ലപ്പെട്ട നിലയിൽ. മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പീഡന ശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. നെയ്യാഡാം സ്വദേശിയായ 61-കാരിയെ ഇക്കഴിഞ്ഞ 11-ാം തീയതി മുതൽ കാണാനില്ലെന്ന വീട്ടുകാർ പരാതി നൽകിയിരുന്നു. വയോധികയെ ബസ് സ്റ്റാൻഡിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയ പ്രതി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ നിലവിളിക്കുകയും ശബ്ദം പുറത്തു പോകാതിരിക്കാൻ ഇവരുടെ കഴുത്ത് അമർത്തുകയും വായി കൂട്ടിപ്പിടിക്കുകയും ചെയ്തതോടെ ശ്വാസം കിട്ടാതെ കൊലപ്പെടുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരൻ ഫൗജ സിംഗ് അന്തരിച്ചു. ജലന്ധറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. 114 വയസ്സായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. 1911 ഏപ്രിൽ 1-ന് പഞ്ചാബിൽ ജനിച്ച ഫൗജ സിംഗ് 89-ാം വയസ്സിലാണ് ആദ്യമായി മാരത്തൺ മത്സരത്തിന്റെ ഭാഗമാകുന്നത്. മകന്റെ മരണത്തിൽ നിന്നുണ്ടായ ദുഃഖം മറികടക്കാനാണ് അദ്ദേഹം ഓടിത്തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. 2013-ൽ ഹോങ്കോങ് മാരത്തണിലായിരുന്നു അദ്ദേഹം അവസാനമായി മത്സരിച്ചത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിരുന്നു ഫൗജ സിംഗിന്റെ ജീവിതം. മലയാള സിനിമാ ലോകത്തിന്റെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു നടൻ തിലകന്റെ ഒരു വിയോഗം. ഏതായാലും മലയാളത്തിന്റെ അഭിനയ പ്രതിമ പത്മശ്രീ തിലകന്റെ 90-ാം ജന്മദിനമാണ് ജൂലൈ 15 ഇന്ന്. സിനിമയ്ക്കകത്തും പുറത്തും സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ ആ ഓർമ്മകളെ പോലും അവഗണിക്കുകയാണ് തിലകന്റെ ജന്മനാട്. മഹാനടന്റെ ഓർമ്മയ്ക്കായി 2020-ൽ ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് 1 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടി. മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ ഓർമ്മയ്ക്കായി കേരളത്തിൽ ആദ്യമുയർന്ന സ്മാരകമാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഇടുക്കി പെരുവന്താനം മണിക്കലിലെ ടൂറിസം പദ്ധതി.
എന്നാൽ ഈ പദ്ധതി ഇന്ന് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. തിലകൻ എന്ന മഹാനടനെക്കുറിച്ചുള്ള ഓർമ്മകളെ പോലും അപമാനിക്കുകയാണ് ഒരു ഗ്രാമപഞ്ചായത്ത്. ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കലിലാണ് തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടകാഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചാണ്. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 9 പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായി. മുമ്പ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലായി. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് അവർ എല്ലാ വിഷയങ്ങളിലും പുലർത്തുന്നത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്കുപേക്ഷിച്ചു. വൈകാതെ സഞ്ചാരികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു. അഭിനയകലയുടെ പെരുന്തച്ഛനെ ജന്മനാട് ആദരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. തിലകൻ സ്മാരകത്തിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്. കോട്ടയം പൂഞ്ഞാറിൽ വീട് കത്തി നശിച്ചു. പൂഞ്ഞാർ കോവൂർ സുഗതമ്മയുടെ വീടാണ് കത്തി നശിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. സുഗതമ്മയും മകൻ അനീഷുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഇരുവരും വീട്ടിലില്ലായിരുന്ന സമയത്താണ് തീപിടിച്ചത്. വീടിന്റെ കതകും ജനലും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇരാറ്റുപേട്ട അഗ്നിരക്ഷാസേന ഇടമല വരെ എത്തിയെങ്കിലും വീടിന് സമീപത്തേക്ക് വാഹനം എത്താൻ വഴിയില്ലായിരുന്നു. 1/2 കിലോമീറ്റർ നടന്നാണ് അഗ്നിരക്ഷാസേന അംഗങ്ങൾ സംഭവ സ്ഥലത്തെത്തിയത്. ഉച്ചയോടെ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി സമീപവാസികൾ പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഈരാറ്റുപേട്ട പോലീസും സംഭവ സ്ഥലത്തെത്തി. കൊച്ചിയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റിലെ താമസക്കാരോട് ഓഗസ്റ്റ് 31 ഒഴിയാൻ നിർദ്ദേശം. ബലക്ഷയത്തെ തുടർന്ന് B-C ടവറുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായാണ് തീരുമാനം. വാടകയുമായി ബന്ധപ്പെട്ട താമസക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഇനിയും ചർച്ചകൾ നടത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ബലക്ഷയത്തെ തുടർന്നാണ് കൊച്ചി വൈറ്റിലയിലെ ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് പൊളിച്ചുമാറ്റാൻ തീരുമാനമുണ്ടായത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സമയക്രമം അനുസരിച്ച് തന്നെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 31 താമസക്കാരെ ഒഴിപ്പിക്കാനാണ് തീരുമാനം. B-C ടവറുകളാണ് ബലക്ഷയത്തെ തുടർന്ന് പൊളിച്ചു നീക്കുക. ഫ്ളാറ്റ് ഒഴിയുമ്പോൾ താമസക്കാർക്ക് നൽകേണ്ട വാടക തുകയെ സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. B ടവറിലുള്ളവർക്ക് 30,000 രൂപയും C ടവറിലെ താമസക്കാർക്ക് 35,000 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എത്ര പേർക്കാണ് വാടക തുക നൽകേണ്ടത് എന്ന ലിസ്റ്റ് ഫ്ളാറ്റിലെ റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ ഭരണകൂടത്തിന് നൽകും. ഇതനുസരിച്ചായിരിക്കും തുടർ നടപടി. താമസക്കാരുടെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കാൻ ഇനിയും ചർച്ചകൾ നടത്തുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. അവിടെ റെസിഡൻസോട് ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് റെന്റ് എത്ര പേർക്ക് ആവശ്യമുള്ള ലിസ്റ്റ് നമുക്ക് കൈമാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകും. ഇപ്പോൾ 2 വീക്സിൽ ഒന്നുകൂടി മീറ്റിംഗ് വിളിക്കും. അവർ റെന്റ് ലിസ്റ്റോട് വരും. ഒന്നുകൂടി വ്യക്തത വരുത്തിയിട്ട് മാത്രമേ അവരുടെ ആശങ്കകളെല്ലാം മാറ്റിയിട്ട് മാത്രമേ നമ്മൾ മരട് മാതൃകയിലായിരിക്കും ഫ്ളാറ്റുകൾ പൊളിക്കുക. ഫ്ളാറ്റുകളുടെ പുനർനിർമ്മാണം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സർക്കാർ നിർദ്ദേശം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടി. അമൃത ന്യൂസ്, കൊച്ചി. കീം പരീക്ഷാഫലം റദ്ദാക്കിയതിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിലെത്തുകയാണ്. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലെ ആവശ്യം. നീതിപൂർവമായ ഒരു മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേരള സിലബസ് വിദ്യാർത്ഥികൾക്കായി പ്രശാന്ത് ഭൂഷൺ ഹാജരാകും. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും പരിഗണിക്കും. കേരളത്തിൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഓരോന്നായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ്. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസെയിലിംഗ് പരീക്ഷണ പ്രകടനം നടത്തി. പ്രകൃതി മനോഹാരിത മാത്രമല്ല, വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം വകുപ്പ് ഇടുക്കിക്ക് ഒട്ടും പരിചിതമല്ലാത്ത
പാരാസെയിലിംഗ് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയത്. വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവർ ബോട്ട് മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ നീക്കം. പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പുതിയ പദ്ധതി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി ബേസായ കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത്. മാട്ടുപ്പെട്ടി ഡാമിൽ ആദ്യമായിട്ട് ഇവിടെ ഇപ്പോൾ പാരാസൈലിങ്ങിൻ്റെ ഒരു ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണം. അതിൻ്റെ ട്രെയിലറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. മൂന്നാറിനെ ടൂറിസം രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് പദ്ധതിക്കെതിരെ വനംവകുപ്പ് രംഗത്തെത്തിയത് ഏറെ വിവാദമായി. മൂന്നാറിന്റെ ടൂറിസം വികസനത്തിന് തുരങ്കം വയ്ക്കാൻ വനംവകുപ്പ് വ്യാപകമായി നീക്കം നടത്തുന്നു എന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, ഇടുക്കി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട കുടുംബങ്ങൾക്കായുള്ള പുനരധിവാസ പദ്ധതികളുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പിൽ 340 ഗുണഭോക്താക്കൾ വിവരങ്ങൾ കൈമാറി. പുനരധിവാസത്തിനായി തയ്യാറാക്കിയ ഒന്നാം ഘട്ട, രണ്ടാം ഘട്ട എ, രണ്ടാം ഘട്ട ബി പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് സ്ഥിരതാമസമുള്ളവരും ദുരന്തം നേരിട്ട് ബാധിച്ചതുമായ 402 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ കാർഡുകൾ ലഭ്യമാക്കുക. ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പിലൂടെ 340 ഗുണഭോക്താക്കൾ വിവരങ്ങൾ കൈമാറി. ഡാറ്റ എൻറോൾമെന്റ് പൂർത്തീകരിച്ചതിനു ശേഷം വിശദമായ പരിശോധന നടത്തി ഗുണഭോക്താക്കൾക്ക് കാർഡുകൾ ലഭ്യമാക്കും. അതിജീവിതരുടെ വ്യക്തിഗത രേഖകൾ പരിശോധിക്കലും ID കാർഡിനായുള്ള ഫോട്ടോ രേഖപ്പെടുത്തലുമാണ് ക്യാമ്പിൽ നടന്നത്. വിവരങ്ങൾ കൈമാറിയ കുടുംബങ്ങൾക്ക് ജൂലൈ 25-നകം തിരിച്ചറിയൽ കാർഡ് നൽകും. ഇതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ, QR കോഡ്, ഫാമിലി ID, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ രേഖപ്പെടുത്തും. ഒരു കുടുംബത്തിന് ഒരു കാർഡാണ് ലഭിക്കുക. കാർഡിൽ അർഹരായ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തും. അമൃത ന്യൂസ്, വയനാട്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെയും വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. എങ്കിലും മുൻനിര സൂചികയായി നിഫ്റ്റി 25,000 എന്ന നിലവാരത്തിൽ എത്തിയിട്ടാണ് പിന്നെ തിരിച്ച് അവസാന മണിക്കൂറിലുണ്ടായ നിക്ഷേപ താല്പര്യം വിപണിയെ തിരിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിക്ഷേപ സ്ഥാപനങ്ങൾ സജീവം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ ഇപ്പോഴും വിൽപ്പന തുടരുന്നു എന്നുള്ളത് ഒരു ആശങ്ക തന്നെയാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ വലിയ തോതിലുള്ള നിക്ഷേപ താല്പര്യമാണ് ഇപ്പോൾ വിപണിയുടെ വീഴ്ചയെ ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിക്കുന്നത്. എന്തായാലും ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാവും വരും ദിവസങ്ങളിലും വിപണിയെ സ്വാധീനിക്കുക. TCSന്റെ പ്രവർത്തന ഫലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിൽപ്പന TCSനെ മാത്രമല്ല IT മേഖലയിലെ ഒട്ടുമിക്ക ഓഹരികളെയും ബാധിച്ചു. IT സൂചിക നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം IT സൂചികയിൽ നടക്കുന്നത്. എന്നാൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന്റെ പണപ്പെരുപ്പ നിരക്കിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ്. പ്രതീക്ഷേനെക്കാട്ടിലും താഴ്ന്ന രീതിയിലുള്ള ഒരു പണപ്പെരുപ്പ നിരക്കാണ് കഴിഞ്ഞ മാസത്തെ പുറത്തു വന്നത്. ഇത് ബാങ്കിങ് മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാക്കിയിട്ടുള്ളതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിൽ വീണ്ടും നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയാണ് ബാങ്കിങ് മേഖലയെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും വിപണിയെ സ്വാധീനിക്കുക. ഈ ആഴ്ചയുടെ അവസാനം വരാനിരിക്കുന്ന ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയവരുടെ പ്രവർത്തന ഫലങ്ങൾ ബാങ്കിങ് മേഖലയിലെ നീക്കങ്ങളെ സ്വാധീനിക്കും. ഒപ്പം തന്നെ മൊത്തത്തിലുള്ള വിപണിയുടെ ഒരു മുന്നോട്ടുള്ള നീക്കത്തിനും ആ ഒരു ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന ഫലം നിർണായകമാവുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 25,000, 25,600 എന്നുള്ള നിലവാരത്തിന് ഇടയ്ക്ക് വ്യാപാരം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരാഴ്ച ആ രീതിയിലായിരിക്കും വ്യാപാരം നടക്കുക. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. സംസ്ഥാനത്ത് പാലിന്റെ വില കൂട്ടുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. വിവിധ മേഖലാ യൂണിയനുകളുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ മിൽമ ഭരണസമിതി യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം, എറണാകുളം, മലബാർ യൂണിയനുകൾ വില കൂട്ടാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൊഴുപ്പേറിയ പാൽ ലിറ്ററിന് 56 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് 60 രൂപയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് മിൽമ ആവശ്യപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം പട്ടത്തെ ഓഫീസിൽ വെച്ചാണ് ഭരണസമിതി യോഗം.
ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി. 22 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചത്. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170 പുറത്തായി. ഇന്ന് 4 വിക്കറ്റിന് 58 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 61 റൺസ് എടുത്ത ജഡേജയും 43 റൺസ് എടുത്ത രാഹുലും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചർ, ബെൻ സ്റ്റോക്സ് എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇപ്പോൾ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിട്ട് നിൽക്കുകയാണ്. 4ാം ടെസ്റ്റ് 23 മുതൽ മാഞ്ചസ്റ്ററിൽ നടക്കും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.